ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പതിവ് പോലെ എൻ്റെ അടുക്കള ജോലി ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പോഴേ ഇന്ന് അടുക്കളയിൽ ഞാൻ അധികം സമയം നിൽക്കുന്നില്ല. അധികം ആഹാരവും ഉണ്ടാക്കുന്നില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഞാൻ തയ്യാറാക്കുന്നില്ല. ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയും ഉച്ചക്കത്തെ ലഞ്ചിന് വേണ്ടിയും തയ്യാറാക്കുന്നത് ആണ് ഈ വീഡിയോ. അതായത് അധികം ചിലവുകളൊന്നുമില്ലാതെ എങ്ങനെ ഒക്കെ ജീവിക്കാമെന്നും ആണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. കൂട്ടുകാർക്ക് ഓരോക്കും ഇവരൊന്നും കഴിക്കുന്നില്ല എന്ന്. ഞാൻ ഇത്രയൊക്കെ കഴിക്കാറുള്ളൂ. കൂടുതൽ ആഡംബരങ്ങളൊന്നും എൻ്റെ ജീവിതത്തിലോ എൻ്റെ വീട്ടിലോ ഇല്ല. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ തട്ടിയും മുട്ടിയും പോകുന്നത്. കൂടുതലൊന്നും എനിക്ക് കാണിക്കാനില്ല. എൻ്റെ പച്ചയായ ജീവിതമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഞാൻ എങ്ങനെയൊക്കെയാണോ ഈ വീട്ടിൽ കഴിയുന്നത് അതൊക്കെയാണ് നിങ്ങളെയും ഈ വീഡിയോയിൽ കൂടി കാണിക്കുന്നത്. അപ്പോഴേ രാവിലെ തീ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയും കഞ്ഞിക്ക് വെള്ളം പിടിക്കുകയാണ്. അപ്പോഴേ കഞ്ഞിക്കൊക്കെ വെള്ളമൊക്കെ പിടിച്ച് അടുപ്പയിലോട്ട് വെച്ച് അരിയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോഴേ പിന്നെ ഒരു കടുങ്കാപ്പി കൂടെ അനത്തി കുടിക്കാമെന്ന് വിചാരിച്ച് ഇതോടൊപ്പം ഞാൻ കടുങ്കാപ്പിയും അനത്തുന്നുണ്ട്. അപ്പം വോയിസ് ഓവർ എങ്ങനെ കൊടുക്കുന്നതെന്നൊന്നും എനിക്ക് അറിയാമെങ്കിലും പക്ഷേ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഒത്തിരി വാക്കുകളും അല്ലേ തന്നെ ആണെങ്കിലും നേരിട്ട് ഡയറക്റ്റായിട്ട് പറയുവാണെങ്കിലും എനിക്ക് കൂടുതലൊന്നും വർത്തമാനങ്ങൾ പറയാനൊന്നും അറിയത്തില്ല. പിന്നെ വെള്ളമൊക്കെ ചൂടായപ്പോൾ അരിയൊക്കെ അടുപ്പയിലോട്ടിട്ട് പിന്നൊരു കടുങ്കാപ്പിയൊക്കെ അനത്തി കുടിച്ചു. അതിന് ശേഷമുള്ള വീഡിയോയിലേക്ക് പോകാം. ഇപ്പോഴേ ഒരു ചായ ഉണ്ടാക്കി കുടിക്കാം. ഇപ്പോഴേ കഞ്ഞിയൊക്കെ ഇട്ട് നമ്മുടെ അരിയൊക്കെ തിളച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മീൻ ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു. അത് പിന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വെട്ടാനായിട്ട് തുടങ്ങുകയാണ്. കട്ട ഇളകിയിട്ടില്ല. പിന്നെ വെള്ളത്തിൽ കുറച്ച് നേരം കിടക്കുമ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. ഇപ്പോഴേ വെട്ടുകയാണ്. ഈ ചെറിയ സൈസ് മീനാണ് കിട്ടിയത്. തോരൻ വയ്ക്കാനാണ് തുടങ്ങുന്നത്. ഇപ്പോഴേ വെട്ടിയെടുക്കട്ടെ. ഇത് വാങ്ങിയപ്പോഴേ മീൻ നല്ല വിലയായിരുന്നു. ഇപ്പം ചെറിയ മീനൊക്കെ ആണ് എല്ലാവരും വാങ്ങിക്കൊണ്ടിരുന്നത്. വലിയ മീനൊക്കെ അന്യായ വിലയായിരുന്നു. അപ്പോഴേ മീൻകാരും പറഞ്ഞു 2-3 ദിവസത്തിനകം മീൻ വില കുറയും, മീൻ ഇഷ്ടം പോലെ വരുമെന്ന്. ഞാൻ ഡയറക്റ്റായിട്ടും പറയുന്നുണ്ട്, അതുപോലെ തന്നെ വോയിസ് ഓവറും കൊടുക്കുന്നുണ്ട്. അപ്പോഴേ കൂട്ടുകാർക്കൊക്കെ അത് അരോചകമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. ഇത് വെട്ടി ഒന്ന് തോരൻ വയ്ക്കാം. അപ്പം ഫ്രിഡ്ജിലിരിക്കുകയായിരുന്നു മീൻ. അപ്പം ഞാൻ വെള്ളത്തിലോട്ട് എടുത്തിട്ടു. കട്ടയൊക്കെ വന്ന് ഉടഞ്ഞ് വരികയാണ്. ഇപ്പം മീൻ ഭയങ്കര വിലയാണല്ലോ. അപ്പോൾ പൊടിമീനൊക്കെയാണ് സാധാരണ എല്ലാവരും ഇപ്പം വാങ്ങിക്കുക. മറ്റേ തൂക്കുമീൻ, അതായത് കഷ്ണം മീൻ, തുണ്ടൻ മീൻ അങ്ങനെയൊക്കെ പറയും ഇവിടെ. അതിനൊക്കെ അന്യായ വിലയാണ്. 10, 600, 700 രൂപ വിലയായിട്ടുണ്ട്. എന്നാലും എത്ര വിലയാന്ന് പറഞ്ഞാലും സ്വല്പം മീനില്ലാതെ ഇരിക്കാനും പറ്റത്തില്ല. അപ്പം എന്തെങ്കിലും ഇച്ചിരി വാങ്ങിക്കും. പിന്നെ ഈ 2 സൈഡ് ഈ തൊലി ഇങ്ങനെ ഉരിച്ച് കളയും. അപ്പം മീൻ ക്ലിയറായി. അപ്പം ഞാൻ ഈ മീൻ മേടിക്കാൻ മടിച്ചതായിരുന്നു കടയിൽ ചെന്നപ്പോൾ.
അവിടെ 2-3 പേര് നിന്നിട്ട് പറഞ്ഞു, അവർ വാങ്ങിച്ചിട്ട് പറഞ്ഞു ഇത് തോരൻ വയ്ക്കാൻ നല്ലതാണ്, വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പിന്നെ വാങ്ങിച്ചതാണ്. ഞാനിത് മേടിച്ചിട്ടില്ലെന്നല്ല, ഇത് വാങ്ങിച്ചിട്ട് ഞാൻ വറക്കാറായിരുന്നു പതിവ്. ഇതിപ്പോൾ ഞാൻ തോരൻ വയ്ക്കാനാണ് എടുക്കുന്നത്. കുഞ്ഞതാണ്, ഇതിൻ്റെ വലിപ്പമുള്ളതും കിട്ടും. ഇപ്പോഴേ ഇത് ഞാനൊന്ന് വെട്ടിയെടുത്തോട്ടെ, ഇതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. മീൻ തോരനൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. പിന്നെ പറമ്പിലേക്ക് കൊടുത്തയും കൊണ്ട് പോയി. ഹായ് കൂട്ടുകാരെ, ഇപ്പോഴേ ഞാൻ തോട്ടിൽ തുണിയലക്കാൻ വന്നതാണ്. പക്ഷേ തുണിയലക്കാൻ വന്നപ്പോഴാണ് കാണുന്നത് ഇവിടെ ഒരു കല്ല് പോലും ഇല്ല. വന്നും പോയി, പിന്നെ ഇനി എന്തോ ചെയ്യും? അപ്പോഴേ സ്റ്റെപ്പുണ്ട്, ചെറിയ സ്റ്റെപ്പാണ്, ഓരോ കൈപ്പട മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതിൽ നിന്നിട്ട് തുണി അലക്കിക്കൊണ്ട് പോകാം. അപ്പോഴേ നിങ്ങളെ തുണി അലക്കുന്ന വീഡിയോയുടെ കാണിക്കാമെന്ന് വെച്ചാണ് ഞാൻ വന്നത്. പക്ഷേ എന്ത് ചെയ്യാം, ഒരു ബക്കറ്റ് തുണിയുണ്ട് നനയ്ക്കാതെ കൊണ്ട്. അപ്പോൾ ഒന്നീ വീട്ടിൽ കയറി പോയേ ഉള്ളൂ നിവർത്തി. അതുപോലെ കല്ലില്ല 2 സൈഡിലും. അങ്ങനെ അക്കരെ സൈഡിൽ കല്ലുണ്ട്, പക്ഷേ കയറാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇവിടെ നിന്ന് നനയ്ക്കാവുന്ന രീതിയൊക്കെ ഭയങ്കര പാടാണ് ഇവിടെ നിന്ന് നനയ്ക്കുന്നത്. എന്ത് ചെയ്യുമെന്ന് ഓർത്ത് വിഷമിച്ചിപ്പം നിൽക്കുകയാണ്. വന്ന സ്ഥിതിക്ക് എങ്ങനെയും കല്ല് നനച്ചുകൊണ്ട് പോകാം അല്ലേ. ഉണ്ട്, ഇവിടെ കല്ലില്ല. ഞാൻ അലക്കുന്ന കല്ലെല്ലാം കണ്ടോ മുങ്ങിപ്പോയി. ഇനി ഈ അക്കരെ കര കയറണം. കരയും കല്ല് ഏകദേശം മുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ 2 കല്ലുണ്ടായിരുന്നു, അതേ നനയ്ക്കായിരുന്നു. പക്ഷേ ഈ അക്കരെ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. തുണിയും കൊണ്ട് നല്ല അടിയൊഴുക്കുണ്ട്. ഒരു ബക്കറ്റ് തുണിയുണ്ട്, എന്ത് ചെയ്യും? ഇപ്പോഴത്തില്ല, പട്ടിയായാലും എന്തായാലും എനിക്ക് ഈ പട്ടികളെയൊക്കെ ഭയങ്കര ഭയമാണ്. ഇത് കണ്ടോ, ഇത് പട്ടി വന്ന് നോക്കുന്നത് കണ്ടോ, ഓടിച്ചാലും പോകുന്നില്ല. കടിക്കുന്നതാണോ എന്ന് ആർക്കറിയാം. എന്തായാലും ഇന്ന് ഞാൻ പെട്ടുപോയി. പോവുകയാണ്. ഇവിടെ തുണി അലക്കിയൊക്കെ എടുത്തു. മറ്റൊരു ബക്കറ്റിലോട്ട്, ഒരു ബക്കറ്റ് നിറയെ ഫുള്ളുണ്ട്. പോവുകയാണ് വീട്ടിലോട്ട്. ഇന്നും ഒരു ബക്കറ്റ് ഇട്ട്. ഇപ്പോൾ ഒരു വെയിൽ കണ്ടുകൊണ്ട് ഞാൻ ഇറങ്ങിയതാണ് തുണി നനയ്ക്കാൻ. പക്ഷേ നല്ല മഴക്കോളുണ്ട്. കുളിച്ചിട്ട് പോ, അതുപോലെ നല്ല വെള്ളമാണ്, നല്ല വെള്ളം, സൂപ്പർ വെള്ളം. അങ്ങനെ 2 ബക്കറ്റ് തുണിയുണ്ട്, നനച്ചു വീട്ടിലോട്ട് പോവുകയാണ്. ഇത് വീട്ടിലോട്ട് പോകുന്ന വഴിയൊക്കെ കാടും ചെപ്പുമൊക്കെയാണ്. ചെറിയൊരു വഴി ഇന്നാൾ ഞാൻ പറിച്ചൊരുക്കിയാണ് തോട്ടിലോട്ട് വരുന്നത്. എന്നാൽ തോന്നും അധികം വെള്ളമില്ലെന്ന്, പക്ഷേ നല്ല അടിയൊഴുക്കുണ്ട്. അപ്പോൾ നമ്മൾ നനച്ചുകൊണ്ടിരുന്ന കല്ലെല്ലാം മുങ്ങിപ്പോയി. നനയ്ക്കാൻ പാടാണ്, അല്ലെങ്കിൽ പിന്നെ താഴോട്ട് പോകണം.